ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാരക്ടർ ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് കഥാപാത്രത്തെ ഡിസൈൻ ചെയ്യുക എന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപഭാവങ്ങളിലേക്ക് ഒരു കഥാപാത്രത്തെ നിർമ്മിച്ചെടുക്കുക. നമ്മളൊരു കഥാപാത്രത്തെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോംപ്റ്റിൽ ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം. അതായത് നമ്മുടെ കഥാപാത്രം എത്ര പ്രായമുള്ള ആളാകണം, അയാളിൽ നമ്മൾ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെ വിശദമായിട്ടുള്ള ഒരു വിവരണമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മുടെ കഥാപാത്രം ഏത് രാജ്യക്കാരനാണ്, ഏത് ദേശത്തിലുള്ള ആളാണെന്ന് പ്രോംപ്റ്റിൽ വ്യക്തമാക്കുക. ഇത് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന മനുഷ്യരുടെ ശാരീരിക ഘടന വ്യത്യസ്തമാണല്ലോ, മുഖഭാവങ്ങളും വ്യത്യസ്തമാണ്. മലയാളികളുടെ രീതിയിൽ നിന്നും അല്പം വ്യത്യാസമാണല്ലോ നോർത്ത് ഇന്ത്യൻസിനും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ. സോ നമ്മുടെ കഥാപാത്രം ഏത് പ്രദേശത്തുള്ള ആളാണെന്നുള്ളത് കൃത്യമായിട്ട് പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇനി അടുത്തത് ശരീരരൂപം അഥവാ ശരീരഘടന. നമ്മുടെ കഥാപാത്രം മെലിഞ്ഞിട്ടാണോ, തടിയുള്ള ആളാണോ, അതല്ല ഒരു ഫിറ്റ് ബോഡിയുള്ള ആളാണോ, ആ രീതിയിലൊക്കെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ ശരീരഘടന എന്താണോ അതിനെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അടുത്തത് സ്കിന്ന് അഥവാ ത്വക്ക്. മനുഷ്യരുടെ സ്കിന്നിന് പല കളറുകളും പല ടെക്സ്ചറുകളും ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു സവിശേഷത എന്താണ്, എന്ത് കളറാണ്, ഏത് രീതിയിലുള്ള ടെക്സ്ചറാണ്, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് മുടിയുടെ രൂപമാണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ മുടി ഏത് രീതിയിലായിരിക്കണം, ഏത് സ്റ്റൈലായിരിക്കണം, അത് ആൺ കഥാപാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കണം, പെൺ കഥാപാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ പുരുഷന്മാരുടെ 20 തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളും അതുപോലെ സ്ത്രീകളുടെ 20 രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകളുടെയും ഒരു ചിത്രം ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഥാപാത്രത്തിന് ഏതാണ് അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്നും അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈലൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് വസ്ത്രം. ഒരു കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തെയോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസിനെയൊക്കെ സൂചിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ജോലിയെ സൂചിപ്പിക്കുന്നതിന്, അതുപോലെ നമ്മുടെ കഥാപാത്രം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതിനൊക്കെ വസ്ത്രധാരണത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വസ്ത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ വസ്ത്രം എന്തായിരിക്കണം, ആ വസ്ത്രം ധരിക്കുന്ന രീതി എന്തായിരിക്കണം, അതിൻ്റെ കളർ എന്തായിരിക്കണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് ഇമോഷൻസ്, വികാരങ്ങൾ. നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ എന്താണ്, അദ്ദേഹം കരയുവാണോ, അതോ കൂളായിട്ടിരിക്കുവാണോ, ചിരിക്കുവാണോ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണോ, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലുള്ള വികാരം എന്താണെന്ന് വ്യക്തമായിട്ട് പ്രോംപ്റ്റിൽ കൊടുക്കുക. ഇനി അടുത്തത് ബോഡി ലാംഗ്വേജ്. നമ്മുടെ കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഏത് രീതിയിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് 3 രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബോഡി ലാംഗ്വേജ് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിന് ഏത് രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആണ് വേണ്ടത് അത് നമുക്കവിടെ പ്രോംപ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത് എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതി. നമ്മുടെ കഥാപാത്രം ഏത് ചുറ്റുപാടിലാണെന്ന് വിശദമാക്കി കൊടുക്കുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമ്മുടെ കഥാപാത്രത്തിൻ്റെ ചുറ്റുപാട് മാറുന്നതനുസരിച്ച് നമ്മുടെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് തന്നെ മുഴുവനായി മാറിപ്പോകും. അപ്പോൾ നമ്മുടെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് എന്തായിരിക്കണം എന്നുള്ളതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിവിടെ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സിനിമാറ്റിക് ക്യാരക്ടർ ഡിസൈനിങ് ചെയ്യുന്നതിൽ മിനിമം ഇത്രയും കാര്യങ്ങളൊക്കെ പ്രോംപ്റ്റിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിന് തോന്നിയ രീതിയിലുള്ള ഒരു മനുഷ്യനെ ആയിരിക്കും നമുക്ക് നിർമ്മിച്ചു തരുന്നത്. അപ്പോൾ അതേസമയം നമ്മുടെ കഥാപാത്രം എന്തായിരിക്കണം, ഏത് രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള കഥാപാത്രത്തെ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കഥാപാത്രത്തെ തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മനുഷ്യനെ മാത്രമല്ല, നമുക്ക് മൃഗങ്ങളെ കഥാപാത്രങ്ങളായിട്ട് നിർമ്മിക്കാം, അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളെ കഥാപാത്രങ്ങളായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സാങ്കല്പിക ലോകത്തുള്ള നമുക്കിഷ്ടമുള്ള രൂപഘടനയോട് കൂടിയുള്ള കഥാപാത്രങ്ങളെയും നമുക്ക് ഇതുപോലെ തന്നെ നിർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മനുഷ്യനും യന്ത്രങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ പ്രകൃതിയിലെ തന്നെ വസ്തുക്കളെയോ രൂപങ്ങളെയൊക്കെ നമുക്ക് ഇതുപോലെ കഥാപാത്രങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഞാനിതുവരെ കാണിച്ച ചിത്രങ്ങളുടെയൊക്കെ പ്രോംപ്റ്റുകൾ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റിൽ നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ ഡിസൈൻ ചെയ്ത് നോക്കുക.